ഹരേ കൃഷ്ണ. എല്ലാവർക്കും മാധവത്തിലേക്ക് സ്വാഗതം. നവരാത്രി 1ഉം 2ഉം ദിവസത്തെ വീഡിയോ നമ്മൾ ഇട്ടിരുന്നു. അതുപോലെ കഥകൾ ഇടുന്നുണ്ട്. ഇന്ന് ഞാൻ വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കഥ ഇട്ടിരുന്നു. എല്ലാവരും അത് കേൾക്കണം. ഭഗവാന്റെ ആ സുപ്രസിദ്ധമായ ചിരി, അത് കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും, അങ്ങനെ പെട്ടെന്നൊന്നും ഭഗവാനെ മനസ്സിലാക്കാനായിട്ട് കഴിയുകയില്ല. ആ ചിരി, ഭഗവാന്റെ ആ ചിരി, അതിൽ ഒളിഞ്ഞിരിക്കുന്ന അർത്ഥങ്ങൾ ആർക്കാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്? എല്ലാവരും അത് നിർബന്ധമായും ആ കഥ കേൾക്കണം. അതുപോലെ ഇന്ന് മറ്റൊരു വീഡിയോ ഞാൻ ഇടുന്നുണ്ട്, ശ്രീ പാർവതി ദേവിയുടെ ജനനം. അതും എല്ലാവരും കേൾക്കണം. പിന്നെ നമ്മുടെ രണ്ടാമത്തെ ചാനൽ കൗസ്തുഭം വെജ് ഫുഡ്സ്, അതിൽ നവരാത്രി വിഭവങ്ങൾ ഞാൻ ഇടുന്നുണ്ട്, കുറേശ്ശെ. അതും എല്ലാവരും ഒന്ന് കണ്ട് പറ്റുന്നതുപോലെ ഒക്കെ ഉണ്ടാക്കി ദേവിക്ക് സമർപ്പിക്കണം. ഇനി നമുക്ക് നവരാത്രി 3ാം ദിനത്തിലെ വിശേഷങ്ങൾ നോക്കാം. നവരാത്രി 3ാം ദിനം പ്രാർത്ഥിക്കേണ്ടുന്ന ദേവിയുടെ രൂപം ശ്രീ പാർവതി ദേവിയുടെ വിവാഹ രൂപമായ ചന്ദ്രഘണ്ഠ. ശിവനുമായുള്ള വിവാഹത്തിനു ശേഷം മഹാഗൗരി തൻ്റെ തലയിൽ അർദ്ധചന്ദ്രനെ സ്വീകരിക്കാൻ തുടങ്ങി. അതിനാൽ പാർവതീദേവി ചന്ദ്രഘണ്ഠാദേവി എന്ന് അറിയപ്പെട്ടു. നവരാത്രി 3ാം ദിവസം നമ്മൾ പ്രാർത്ഥിക്കേണ്ടുന്ന ദേവിയുടെ രൂപം ചന്ദ്രഘണ്ഠ. വിശ്വാസമനുസരിച്ച് ചന്ദ്രഘണ്ഠാദേവിയെ ഭരിക്കുന്ന നക്ഷത്രം ശുക്രനാണ്. അതുകൊണ്ട് ജാതകത്തിൽ ശുക്രൻ നീചഭാവത്തിൽ നിൽക്കുന്നവരോ, ശുക്രന് ബലം കുറഞ്ഞിരിക്കുന്നവരോ, അതല്ലെങ്കിൽ ഇപ്പോൾ ശുക്രദശ അനുഭവിക്കുന്നവരോ പ്രത്യേകിച്ച് ദേവിയുടെ ഈ രൂപത്തെ പ്രാർത്ഥിക്കുന്നത് വളരെ ഉത്തമമാണ്. ശുക്രൻ്റെ അനുഗ്രഹം ലഭിക്കുന്നതിന് ദേവിയെ ഭജിക്കുന്നത് ഉത്തമം. ചന്ദ്രഘണ്ഠാദേവി ഒരു കടുവയുടെ പുറത്താണ് ഇരിക്കുന്നത്. ദേവിയുടെ തലയിൽ അർദ്ധവൃത്താകൃതിയിലുള്ള ചന്ദ്രനുണ്ട്. ദേവിയുടെ നെറ്റിയിൽ അർദ്ധചന്ദ്രൻ കാണപ്പെടുന്നു. ഇക്കാരണത്താൽ പാർവതീദേവിയെ ചന്ദ്രഘണ്ഠ എന്ന് അറിയപ്പെടുന്നു. ദേവിക്ക് 10 കൈകളുണ്ട്. ചന്ദ്രഘണ്ഠാദേവി തൻ്റെ 4 ഇടതു കൈകളിൽ ത്രിശൂലം, ഗദ, വാൾ, കമണ്ഡലു എന്നിവ പിടിച്ച് 5ാമത്തെ ഇടതു കൈ അനുഗ്രഹം തരുന്ന ഭാവത്തിൽ പിടിച്ചിരിക്കുന്നു. ദേവി 4 വലതു കൈകളിൽ താമരപ്പൂവും അമ്പും വില്ലും ജപമാലയും പിടിച്ച് 5ാമത്തെ വലതു കൈ അഭയമുദ്രയിൽ പിടിച്ചിരിക്കുന്നു. ശ്രീ പാർവതിയുടെ ഈ രൂപം ശാന്തിയും സമാധാനവും ഭക്തർക്ക് പ്രദാനം ചെയ്യുന്നു. ദേവിക്ക് പ്രിയപ്പെട്ട പുഷ്പം മുല്ലപ്പൂ. പ്രാർത്ഥന: ഓം ദേവീം ചന്ദ്രഘണ്ഠായേ നമഃ. ഓം ദേവീം ചന്ദ്രഘണ്ഠായേ നമഃ. ഓം ദേവീം ചന്ദ്രഘണ്ഠായേ നമഃ. ഇത് 108 തവണ ജപിക്കുക. നവരാത്രിയുടെ 3ാം ദിവസം ചന്ദ്രഘണ്ഠാദേവിക്ക്
സമർപ്പിക്കേണ്ടുന്ന വഴിപാട്. ദേവിക്ക് പായസമാണ് വഴിപാടായി സമർപ്പിക്കേണ്ടത്. നവരാത്രി 3-ാം ദിനം നിറം ചാരനിറം. ചാരനിറം നമ്മുടെ ചിന്തയെ സ്വാധീനിക്കുന്നു. നല്ല ചിന്തകൾ നമുക്ക് സൃഷ്ടിക്കുന്നു. ഒരു വ്യക്തിയെ വളരെ പ്രായോഗികമായി ചിന്തിക്കാൻ സഹായിക്കുന്നു. ഇത്രയും കാര്യങ്ങളാണ് പൊതുവെ നവരാത്രി 3-ാം ദിനത്തിൽ അറിയാനുള്ളത്. ദേവിയുടെ രൂപം, പ്രാർത്ഥന, ദേവിക്ക് ഇഷ്ടപ്പെട്ട പുഷ്പം, സമർപ്പിക്കേണ്ടുന്ന നൈവേദ്യം, നിറം, വസ്ത്രത്തിൻ്റെ നിറം. ഇത്രയും കാര്യങ്ങൾ മനസ്സിൽ വെച്ച് ദേവിയെ പ്രാർത്ഥിക്കുക. ശുക്രഭഗവാന്റെ അനുഗ്രഹമുണ്ടാകും. ജീവിതത്തിൽ വെച്ചടി കയറ്റമുണ്ടാകും. എല്ലാവർക്കും കാര്യങ്ങളൊക്കെ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. കഥകൾ തുടർന്ന് കേൾക്കുക. എന്നും മാധവത്തിൻ്റെ കൂടെ ഉണ്ടാകണം. ഹരേ കൃഷ്ണ.